ആടത്തിന് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല എൻ്റെ ഹോൾ ടീം എക്സൈറ്റഡ് ആണ്. ഒന്നതിൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാവിധ സ്റ്റഫും ആ സിനിമേൻ്റെ അകത്തുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് an artist portraying another artist on screen എന്ന് തോന്നി. യൂണിറ്റിലൊക്കെ ചേട്ടന്മാർ ചാടി ഇറങ്ങിയിട്ട് ആർപ്പായി കൊണ്ട് ഓടി വന്ന് മൂട്, അപ്പോഴേക്കും നമ്മൾ പിള്ളേരൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ. സോ അങ്ങനെയാണ്. അതൊരു വല്ലാത്തൊരു ഭയങ്കര ഹാർമണിയുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ് ഏത് സിനിമയും ഏത് ലൊക്കേഷനും. അത് നമ്മൾ പറയുന്ന യെസിൻ്റെയും നോയിൻ്റെയും മേലെയാണ്. ഒരു മഴ പെയ്താൽ മതി മൊത്തം ഷെഡ്യൂൾ മാറാൻ. നാളെ എക്സ്റ്റീരിയർ പ്ലാൻ ചെയ്ത് ഷൂട്ട് മാറാൻ ഒരു മഴ പെയ്താൽ മതി. അപ്പം പിന്നെ എൻ്റെ ഒരു പ്രൊഡക്ഷനും എൻ്റെ ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും തിരിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. എപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കിയല്ലോ ആർട്ട് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട്. അത് വേറെ ഒന്നും ഉണ്ടല്ല, ഒരു അപ്സൈക്കിൾ ഫ്രെറ്റേണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു അപ്സൈക്കിൾ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഫ്രെറ്റേണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഉള്ളത് ഇങ്ങനെ ആയിരിക്കും. ഒരു 12 അടിയുടെ ഹൈറ്റും 10 അടിയുടെ വിടുത്തുള്ള ചുമരുകളെ പണിയാൻ പറ്റും. അതിൻ്റെ മെറ്റീരിയൽ കൊണ്ട് പണിയണം, അതിൻ്റെ മെറ്റീരിയൽ കൊണ്ട് സ്കിൻ ചെയ്യണം, അതിന് വീല് വേണം എന്നൊക്കെ പറയുമ്പം എല്ലാവരും അങ്ങനെ പണിയും. ബിക്കോസ് വി ഹാവ് സ്റ്റൈൽ ബുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റ്സുകൾ പണിത് കഴിഞ്ഞാൽ ആ സെറ്റ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അവിശ്വസനീയമായ മണ്ടത്തരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് മൊമെന്റുകൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. സൂര്യൻ റോക്കറ്റ് നിങ്ങൾ സിനിമയിൽ കാണും. അതൊരു ഭയങ്കര പരിപാടിയാണ്. ടി സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആർട്ട് ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടിയാണ്. ചേട്ടാ, വെൽക്കം ടു ടി സ്റ്റുഡിയോ. നമ്മളെ ടി സ്റ്റുഡിയോ വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ്. കാരണം ടെക്നീഷ്യൻസിനെ ചെയ്യുമ്പോഴും വെരി ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ആർട്ട് ഡയറക്ടറിനെ നമ്മുടെ കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം ആടി 3ലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു 2 കാലഘട്ടത്തിൽ കഥ പറയുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടൈമിൽ നമ്മുടെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ഒരു ഇമാജിനേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിനിമയാണിത്. അപ്പം ഹൗ യു എക്സ്പ്ലോർഡ് ആട് 3? ആട് 3 okay, thank you for inviting me first of all. ആടത്തിന് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല എൻ്റെ ഹോൾ ടീം എക്സൈറ്റഡ് ആണ്. ഒന്നതിൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാവിധ സ്റ്റഫും ആ സിനിമേൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെയും കുറേ സർപ്രൈസ് സിനിമേൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഒരു ജസ്റ്റ് പുട്ടിങ് എ സെറ്റ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഹോൾ എൻവയോൺമെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു സെറ്റ് പീസ്, ഒരു വീട് ഉണ്ടാക്കുന്നതിന് പകരം ഒരു വലിയ സ്കെയിലുള്ള ഒരു വില്ലേജ് ഉണ്ടാക്കേണ്ടി വരുന്നു. ഒരു 2-3 സീൻ നടക്കുന്ന കടകൾ സെറ്റ് ഇടുന്നതിന് പകരം ഒരു വലിയ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നു. മാർക്കറ്റ് ഇട്ട് വന്നപ്പോൾ അത് വലിയ ടൗൺ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷൻ, ഇംപ്രവൈസേഷൻ നടന്നൊരു സിനിമയാണ് ആട്. അത് ഉർവശി ശാപം ഉപകാരമേ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ 6 മാസം കൊണ്ട് 5 മാസം കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പ്രൊജക്റ്റാണ്. മഴ കാരണം അതൊരു ഓൾമോസ്റ്റ് ഒരു 300-330 ദിവസത്തേക്ക് അത് സ്ട്രെച്ച് ആവുന്ന സമയത്ത് പിന്നെ ആകെ ഉണ്ടായ എന്താണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കാന്നുള്ളത്. നമ്മൾ വേറെ പ്രൊജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ആരും ചെയ്യുന്നില്ല, ഒരു ടെക്നീഷ്യന്മാരും ചെയ്യുന്നില്ല. അപ്പോൾ ആ സിനിമേൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തതിൻ്റെ മേലെ വീണ്ടും റീപ്ലാനിങ് നടക്കുന്നു, പ്ലാൻ പൊളിക്കുന്നു. ആ സമയം കൊണ്ട് ചിലപ്പം ഇതിന് വേറൊരു സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ സീൻ മാറ്റുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഒക്കെ ഈ സമയം കിട്ടിയത് കൊണ്ടുണ്ടായ ഗുണങ്ങളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ കൂടെ റിഫൈൻഡ് ആയി എന്നുള്ളതാണ് ആ സമയം. ഇപ്പോൾ മിഥുൻ ചേട്ടനാണെങ്കിൽ ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ പീരിയോഡിക് ടൈമിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സംസാരത്തിൽ ഒരു ഭാഷയിൽ തന്നെ വ്യത്യാസം വരുത്തണം. അപ്പോൾ അതേ ഒരു ലിമിറ്റേഷൻ തന്നെ നമ്മളൊരു ഇമാജിനറി വേൾഡ് ചെയ്യുമ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ എന്ന നിലയിലും അതിലൊരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു. അതെങ്ങനെയായിരുന്നു റിസർച്ച് ചെയ്ത് സെറ്റാക്കി? നോ, ആക്ച്വലി ഇമാജിനറി വേൾഡ് എന്ന് പറയുമ്പം നോട്ട് ആൻ ഇമാജിനറി വേൾഡ്. ബേസിക്കലി ഇമാജിനറി വേൾഡ് ഉണ്ട് ആടിൽ, ബട്ട് പാസ്റ്റ് വാസ്
നമ്മളൊരു 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയൊക്കെയുള്ള ഒരു കാലഘട്ടം. അതെ, ഒരു പീരിയോഡിക്. അപ്പം അതിന് നമുക്ക് മെറ്റീരിയൽ ഉണ്ട്. നമുക്കിപ്പം ഐ ഹാവ് ഒരു 4-5 ആർക്കിടെക്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കഴിഞ്ഞൊരു 3-4 പ്രൊജക്റ്റായിട്ട് അവർ കൂടെയുണ്ട്. സോ ഈ R&D ഒക്കെ അവർ ചെയ്യും. ഇതിൻ്റെ സ്ട്രക്ചറൽ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഒരു ടോട്ടൽ ആർക്കിടെക്ചറൽ ഓറിയൻറ്റേഷൻ, ആ സമയവുമായി ഇതെന്തുമാത്രം ചേർന്ന് നിൽക്കുന്നു, നീതി പുലർത്തുന്നു എന്നത് എത്രത്തോളം നമ്മളെ ബജറ്റുമായിട്ട് മാച്ച് ചെയ്തു പോകുന്നു. ഈ രീതിയിലുള്ള പഠനങ്ങളെല്ലാം തന്നെ പ്രീയിൽ നടക്കും. ഇവർ ആർക്കിടെക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർക്കും എൻ്റെ അസോസിയേറ്റ്സിനൊക്കെ ഇത് കുറെ കൂടി ഈസിയാണ്. ഇത് എങ്ങനെ പിടിക്കാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ ഫസ്റ്റ് വാസ് ക്വൈറ്റ് ഈസി. I mean, easy in the sense for the research. We have materials, we have documents, we have books, and we have films also, photographs and even we have AI. Okay, so but this research, ഒരു കോൺസെപ്ച്വലൈസേഷൻ ഉണ്ടാക്കുക, ഒരു ഐഡിയേഷൻ ഉണ്ടാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഈവൻ ഇതിൻ്റെ ഡിസൈൻ ഇത് വരച്ചെടുക്കുക എന്നത് പോലും ദാറ്റ് വാസ് നോട്ട് എ ബിഗ് ടാസ്ക്, ബട്ട് എക്സിക്യൂഷൻ വാസ് ബിഗ് ടാസ്ക്. നല്ല മഴയായിരുന്നു, നല്ല സ്ട്രഗിളായിരുന്നു. പല സെറ്റുകളും നമുക്ക് മൾട്ടിപ്പിൾ തവണ ഇടേണ്ടി വന്നിട്ടുണ്ട്. ഇത് പൊളിഞ്ഞു പോകുന്നത് കാരണം. പെയിൻറ് ചെയ്യുന്നു, രാവിലെ മുതൽ നമ്മൾ പെയിൻറ് ചെയ്യുന്നു, വൈകിട്ട് മഴ പെയ്തിട്ട് അടിച്ച പെയിൻ്റ് അടിച്ച വീടും ഒലിച്ചു പോകുന്നു. ഇതൊക്കെയായിരുന്നു. സോ എക്സിക്യൂഷൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പം മറ്റത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇത്തരം വലിയ സിനിമകൾ വരുമ്പം ആർട്ട് ഡയറക്ടേഴ്സ് യൂഷ്വലി won't commit any films. വേറെ വർക്കുകളിലേക്ക് പോകില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ബാക്കി എല്ലാം തന്നെ ഈ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ വിഷ്വൽ എസ്തെറ്റിക് നരേഷൻ്റെ അകത്ത് നിൽക്കാൻ പറ്റും. Apart from running to market, purchasing the steps, keeping the accounts, ഫുള്ളി അതിലേക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിൻ്റെ അകത്തോട്ട് നിൽക്കാൻ പറ്റും. ഒരു ടെക്സ്റ്റ് പറയുന്ന സ്പേസിൻ്റെ ലാംഗ്വേജ് നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്പേസിൻ്റെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുന്നത്. മേ ബി സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പലതും ആ സ്പേസിൽ ഉണ്ടായേക്കാം. ഓക്കെ, ചിലപ്പോൾ അയാൾ ജിം ഫ്രീക്ക് ആയിരിക്കില്ല. ചിലപ്പോൾ അയാൾ എന്തോ മേടിച്ച് വെച്ച് യോഗ മാറ്റ് അവിടെ ഉണ്ടായേക്കാം. ഓക്കെ, ചിലപ്പോൾ എന്തോ വാങ്ങി വെച്ച ബാഡ്മിൻ്റൺ അവിടെ ഉണ്ടായേക്കാം, ഷട്ടിൽ ബാറ്റ് ഉണ്ടായേക്കാം, എന്താ പറയുക, തിരിച്ചു വെച്ച ക്യാരം ബോർഡ് ഉണ്ടായേക്കാം. ഓക്കെ, സോ അതിനർത്ഥം ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്പേസിൽ ഇയാൾക്ക് മുന്നേ 4 പേരോ 5 പേരോ ഒരുമിച്ച് താമസിച്ചിരുന്നേക്കാം. ഇപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യാരക്ടറിന്റെ സ്പേസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡയറക്ടോറിയൽ, ഇപ്പോൾ ഡയറക്ഷൻ ടീമായിട്ടാണെങ്കിലും അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവരായിട്ടാണെങ്കിലും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നവരായിട്ടും അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? അതാ അതിൻ്റെ ബേസിക് സംഭവം. സിനിമയിൽ ലൊക്കേഷനിൽ നമ്മൾ എന്ത് ആക്ട് ചെയ്താലും അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബാധിക്കുന്ന ആക്റ്റാണ്. ഇപ്പം ഞാനൊരു സ്പേസ് സെറ്റ് ചെയ്യുമ്പം ആ ഒരു സീൻ്റെ കൊറിയോഗ്രാഫി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊരു കൊറിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് സെറ്റ് ചെയ്യുന്നത്. ആ കൊറിയോഗ്രാഫിക്ക് പോസിബിൾ അല്ലാത്ത രീതിയിലുള്ള സ്പേസാണ് അത് എങ്കിൽ വി കോൾ ഇറ്റ് ഫോം ഓവർ ഫങ്ഷൻ. ഇതൊരു യൂഷ്വൽ സാധനമാണ്. ഭയങ്കര എസ്തെറ്റിക്കലി ഡൺ ആയിരിക്കും, പക്ഷെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല. സോ ഈ ഫോം ഓവർ ഫങ്ഷനെ അതിജീവിക്കുക എന്നുള്ള, നേരത്തെ തന്നെ ട്രിബിൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ പണികളൊന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടർച്ചയായ ഡിസ്കഷനിലായിരിക്കും. ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനറോട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു സീനാണ് എങ്കിൽ, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതാണ് സീനെങ്കിൽ, സ്വാഭാവികമായിട്ടും കോസ്റ്റ്യൂം ഡിസൈനർ എന്നെ വിളിക്കും. എവിടെ എന്താണ് ആ സോഫയുടെ കളർ എന്താണോ ചോദിക്കും, ഫ്ലോറിൽ വല്ല മാറ്റ് ഉണ്ടെന്ന് ചോദിക്കും, ബാക്ക് ഡ്രോപ്പിൽ കർട്ടൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് വിത്ത് DOP ഓൾസോ. DOP ഉണ്ടോ ചിലപ്പം ആരും അറിയാത്തൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് 3 പേർക്കൊക്കെ ഉണ്ടാവും. കോസ്റ്റ്യൂം ഡിസൈനർ,
മേക്കപ്പ് ആർട്ടിസ്റ്റ്, ക്യാമറാമാൻ, ആ ഡയറക്ടർ. ഓക്കെ, അത് ഇത്തരത്തിലുള്ള വേറെ വർത്താനമൊന്നും ഇല്ലാണ്ട് ഈ ക്രിയേറ്റീവ് സൈഡിൽ മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ക്യാമറമാൻ ഞങ്ങൾക്ക് റെഫറൻസ് തരാനും, ബിക്കോസ് ക്രിയേറ്റീവ്ലി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും DOPs ആണ്. ഐ മീൻ വെൻ ദ ഷൂട്ട് സ്റ്റാർട്ട്സ്. സോ കാരണം ടെക്നിക്കലി പുള്ളി തന്നെയാണ് ഈ പോസ്റ്റിൽ കളറിങ്ങിനൊക്കെ ഇരിക്കുന്ന ആൾ. വി വോണ്ട് ടു. അപ്പം ഒരു കളർ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് മോർ ടെക്നിക്കലാണ്. ഒരേ സമയം അതൊരു എസ്തെറ്റിക്സ് ഡിസിഷനാണ്, അതേസമയം തന്നെ അതൊരു ടെക്നിക്കൽ തിങ്ങും കൂടാണ്. അതിൻ്റെ ഒരു കുറേ കൂടെ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എനിക്കറിയാത്തത് കൊണ്ട്, ഞാൻ പഠിക്കാത്തത് കൊണ്ടും, അത് പഠിച്ച മനുഷ്യൻ്റെ അടുത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊളാബ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ കോസ്റ്റ്യൂം ഡിസൈനറുടെ അടുത്തും DOPയുടെ അടുത്തുമൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പരം 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഒരു പ്രോസസ്സാണ് ഫിലിം മേക്കിംഗ്. അപ്പോൾ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പേസ് മാനേജ്മെൻ്റ് ഒക്കെ ഒരു മോർ എന്താ പറയുക, നാടകത്തിൻ്റെ ഒരു രംഗസജ്ജീകരണമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പലപ്പോഴും നാടകത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് മത്സര നാടകങ്ങളും അതേപോലെ നമ്മൾ ഈ പ്രൊസീഡിയം സ്റ്റേജിൻ്റെ പുറത്തുള്ള കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ട് കോളേജ് കാലത്തും കോളേജ് കഴിഞ്ഞ സമയത്തൊക്കെ ഈ സമരത്തിലൊക്കെ. അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്വിക്നെസ് ഉണ്ട്, ഒരു റാപ്പിഡ് സ്വഭാവമുണ്ട്. അതൊരു ഭയങ്കര ക്വിക്കായിരിക്കും ആ മാറ്റം, ബും ബും പടം മാറ്റുന്ന പോലെ അത്രയും ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ടൊക്കെ നടക്കുന്ന ചില പ്രവൃത്തികൾ കാണുമ്പം, എന്നാലോ അത് വലിയ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് നീങ്ങുന്നുണ്ടാവും, അയൺ ചെയ്ത കോസ്റ്റ്യൂമിന്റെ അസിസ്റ്റന്റ് നീങ്ങുന്നുണ്ടാവും. ഇതിന്റെ ഇടയിലൂടെ ആയിരിക്കും നമ്മൾ അവിടെ പെയിന്റ് ബക്കറ്റ് ആയിട്ട് പോകുന്നത്. ഭയങ്കര സ്പേസ് മാനേജ്മെന്റും ഭയങ്കര കമ്മ്യൂണിറ്റി ലിവിങ്ങും, അതായത് ഭയങ്കര രസമാണ് ആ സ്ഥലം. അതിപ്പോൾ ഞാനും കോസ്റ്റ്യൂം ഡിസൈനറും ക്യാമറമാനും മാത്രമല്ല, അത് ഈ പറഞ്ഞ പോലെയാണ്. അത് നാടകത്തിൻ്റെയൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പം ഈ തിയേറ്റർ ഡൈനാമിക്സിൻ്റെ ഇടയിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. വി ഹാവ് ടു മൂവ് ഫാസ്റ്റ്, 1 2 3 4 ദേ വിൽ കൗണ്ട് ആൻഡ് നമുക്ക് സ്പീഡ് കൂട്ടണം. ആരെയും തട്ടാൻ പാടില്ല, ആരെയും മുട്ടാൻ പാടില്ല, മുട്ടെന്ന് ഉറപ്പിച്ച് ഞാൻ നിൽക്കണം. ഇങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് പലപ്പോഴും ഇത് ഈ സെറ്റിൽ നിന്ന് കിട്ടും. ബിക്കോസ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അയൺ ചെയ്ത് കൊണ്ടുവന്ന കോസ്റ്റ്യൂമിൻ്റെ അടുത്തുകൂടെ ആയിരിക്കും ഈ പെയിന്റ് ബക്കറ്റ് ഇട്ട് പോകുന്നത്. അപ്പം അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒത്തിണങ്ങി വർക്ക് ചെയ്യുന്നൊരു ഏരിയയാണ്. അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഒരു ഹൈ. അതാണ് ബീങ് ഓൺ ദ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ നോയ്സ്. മറ്റേ F1 പറഞ്ഞ പോലെ ഓക്കെ. അതിനിടയ്ക്കാണ് പ്രൊഡക്ഷൻ ബോയ് വന്നിട്ട് ബോട്ടിൽ എടുത്തിട്ട് അടപ്പ് പറഞ്ഞൊരു ചേട്ടാ വെള്ളം, മോനെ താങ്ക് യു. അത്രയും സിങ്കാണ് എല്ലാവരും, ഭയങ്കര രസമായിട്ട്. ഓക്കെ, എവരിബഡി. ഇപ്പം പെട്ടെന്നൊരു മഴ പെയ്യുന്ന കരുതിക്കോ, വലിയൊരു സെറ്റ് മൂടി വെക്കണം. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഇറങ്ങുക, ചിലപ്പോൾ ആദ്യം ഇറങ്ങുക ഈ ഗോഡയിലെ ചേട്ടന്മാരൊക്കെ ഇറങ്ങി, യൂണിറ്റിലൊക്കെ ചേട്ടന്മാർ ചാടി ഇറങ്ങി ടാർപ്പായി കൊണ്ട് ഓടി വന്ന് മൂട്, അപ്പോഴേക്കും നമ്മളെ പിള്ളേരൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ. സോ അങ്ങനെയാണ്. അതൊരു വല്ലാത്തൊരു ഭയങ്കര ഹാർമണിയുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ്. ഏത് സിനിമയും ഏത് ലൊക്കേഷനും നമുക്ക് ഒട്ടും അറിയാത്ത ഏതോ ലാൻഡ്സ്കേപ്പിൽ പോയി താമസിക്കുന്നു, ഒട്ടും സുഖകരമില്ലാത്ത വെതറായിരിക്കാം, ഭക്ഷണം പാളിയിട്ടുണ്ടാവാം, നല്ല സ്ട്രെസ് ഉണ്ടാവാം, നല്ല പ്രഷർ ഉണ്ടാകാം, എന്നാൽ പോലും അടിപൊളിയാണ്. എല്ലാവരും ഇടയിൽ നല്ല സൗഹൃദമുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പെയിന്റ് ഒക്കെ അടിച്ച സമയത്ത് പിന്നെ മഴ വന്നിട്ട് പിന്നെ ടെക്നിക്കലി നമ്മളത് പിന്നെ അത് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇത്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയായിരുന്നു? ഞങ്ങൾ പല ജാതി കണ്ടിന്യൂറ്റി പിടിക്കേണ്ടി വന്നിട്ടുണ്ട് ലൈഫിൽ. ഓക്കെ, രസകരമായ ഒരു സാധനം പറയാം. ഒരു വീട് ഷൂട്ട് ചെയ്യണം. എനിക്കും DOPക്കും ഡയറക്ടർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ വീട്ടിൽ ഉള്ള ആ മുറി, ഇഷ്ടപ്പെട്ട മുറി പക്ഷെ പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ആ വീട്ടിൽ ഒരു മകള് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പോയതാണ്. പക്ഷെ ഈ അമ്മയ്ക്കും മകനും ഞങ്ങൾ ആ വീട്ടിൽ ഷൂട്ട് ചെയ്തേ പറ്റൂ, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണം. അവസാനം ഒരു കണ്ടീഷൻ, നമ്മൾ റൂം തുറക്കുന്നു, ആ റൂം എങ്ങനെയാണോ ഉള്ളത് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിന് ഏജിങ് ഒക്കെ ഉണ്ട്, ചുമലിലൊക്കെ പായല് പൂപ്പലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നു, നമ്മളെല്ലാം മാറ്റുന്നു, പെയിൻറ് ചെയ്യുന്നു, നമ്മൾ മൂഡിലേക്ക് മാറ്റുന്നു,
ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പിടിച്ച കണ്ടിന്യൂറ്റി അല്ല ഞാൻ പറയണത്, ലൈഫിന് വേണ്ടി പിടിച്ച കണ്ടിന്യൂറ്റി ഉണ്ട്. ആ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പിടിക്കുകയും പിന്നീട് അടി കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തൊരു ആ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. എന്നിട്ട് അവസാനം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കയ്ക്ക് വന്ന സമയത്തുള്ള ഫോട്ടോസും വീഡിയോസും നോക്കുന്നു, അതുപോലെ പെയിന്റ് ചെയ്യുന്നു, അതുപോലെ ഏജ് ചെയ്യുന്നു, അതുപോലെ പ്രോപ്പ് എല്ലാം പ്ലേസ് ചെയ്യുന്നു, മരുന്ന് പാക്കറ്റ് അവിടെ വയ്ക്കുന്നു, ഓക്കെ, അതുപോലെ വാട്ടർ ബോട്ടിൽ അവിടെ വയ്ക്കുന്നു, ബാഗ് തൂക്കുന്നു, കണ്ണട വയ്ക്കുന്നു. എങ്ങനെയാണോ ആ റൂം അവർ വിട്ടിട്ട് പോയത് അതുപോലെ പിടിക്കുന്നു. കണ്ടിന്യൂറ്റി ഭയങ്കര ത്രില്ലുള്ള ഏരിയയും കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 101 തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് വട്ടമിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആണ്. സംസാരിക്കും സെറ്റിൽ ഡയറക്ടറൊക്കെ വന്ന് നമ്മളോട് പറയും, അനീസേ അബദ്ധം കാണിച്ചാൽ പിള്ളേർ വട്ടമിട്ട് ഇറക്കും, ഞാൻ നിന്റെ നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ തമാശക്ക് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് നമ്മളുടെ ഒരു ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങളത് ഷൂട്ട് ചെയ്തു, ഇപ്പോൾ ഒരു വലിയൊരു വില്ലേജിൻ്റെ സെറ്റ് നമ്മൾ സെറ്റ് ഇട്ടു, നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഇനി മഴ പെയ്താലും ഭൂകമ്പം ഉണ്ടായാലും പിന്നീട് ആ സെറ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണോ നമ്മൾ സെറ്റ് ഇട്ടത് അതുപോലെ തന്നെ സെറ്റ് ഇട്ട് എടുക്കണം. അല്ലാത്ത പക്ഷം ആ ഡേ ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ ആ ഡേയ്സ് ഓഫ് ഷൂട്ട് വേസ്റ്റ് ആണ്. അപ്പൊ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. നമ്മൾ ടൈം മാനേജ്മെന്റ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ശരിക്കും? ഭയങ്കര അൺഹെൽത്തിയാണ് നമ്മുടെ നിലവിലുള്ള ഓപ്പറേഷൻ രീതി. അതായത് അതൊരു അൺഹെൽത്തി എന്ന് പറയുമ്പം മേ ബി അത് തെറ്റായി വ്യാഖ്യാനിച്ചേക്കാം. അൺഹെൽത്തി ഇൻ ദ സെൻസ് അത് നമ്മൾ പറയുന്ന യെസിൻ്റെയും നോയിൻ്റെയും മേലെയാണ്. ഒരു മഴ പെയ്താൽ മതി മൊത്തം ഷെഡ്യൂൾ മാറാൻ, നാളെ എക്സ്റ്റീരിയർ പ്ലാൻ ചെയ്ത് ഷൂട്ട് മാറാൻ ഒരു മഴ പെയ്താൽ മതി. അപ്പോൾ പിന്നെ എൻ്റെ ഒരു പ്രൊഡക്ഷനും എൻ്റെ ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും തിരിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മളടുത്ത് വിളിച്ചിട്ട് അതെയാ പോലീസ് സ്റ്റേഷൻ കിട്ടൂ, നാളത്തേക്ക് പോലീസ് സ്റ്റേഷൻ കിട്ടാൻ ഇന്ന് വൈകുന്നേരമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പോലീസ് സ്റ്റേഷനാ എന്നിങ്ങനെ ബാർ കിട്ടും. അതായത് അവർ ചോദിക്കും, കാരണം നിസ്സഹായാവസ്ഥയുണ്ട്, ആർട്ടിസ്റ്റിന് ഡേറ്റ് ഉണ്ട്, ഇത് ഒരു ഡെഡ് ലൈൻ ഉണ്ട്, പെർമിഷൻ്റെ വിഷയമുണ്ട്, ഒക്കെ ചിലപ്പോൾ വേറെ സിനിമ കാത്തിക്കുന്നുണ്ടാവും നമ്മൾ പണി തീർത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വളരെ ക്രിയേറ്റീവ് പണിയെടുക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് ടെക്നിക്കൽ സീനുണ്ട്. അപ്പം ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും റൂമിലിരിക്കും, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ടാസ്ക് എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ എസ് ആൻഡ് വി വിൽ സേ യെസ്. ആ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ചിലപ്പം അത്ര കൊണ്ട് മനസ്സിലാവില്ല. ആ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വരെ അതേ നൃത്തം നിൽക്കേണ്ടി വരിക എന്നുള്ളതാണ്, ഉറങ്ങാതെ ഇരിക്കാതെ. എന്താ പറയുക, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലേക്ക് ഈ ബെയിലി പാലം പണിയുന്നത് നമ്മളെപ്പോഴും പറയും, നമ്മൾ അർജൻറ്റായിട്ട് നമ്മൾ ഇടുന്ന സെറ്റിന് നമ്മൾ ബെയിലി പാലം എന്ന് വിളിക്കാറുണ്ട്. ഈ ബെയിലി പാലമാണല്ലോ പെട്ടെന്ന് തീർക്കുക, ആർമി വന്നിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ മൂടാണ് കിട്ടുക, പെട്ട എന്ന് പറഞ്ഞാൽ അടിച്ച് തീർത്തിട്ട് പെയിന്റ് അടിച്ച് ഇതാ സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷേ ഹോൾ ടീം ഉറക്കൊഴിയണം. ചിലപ്പോൾ ഞാൻ ഉറക്കൊഴിയേണ്ടി വരും, എൻ്റെ ടീം ലീഡേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ഔട്ട് വന്നെന്നും നമ്മൾ അത്രയും ക്രിയേറ്റീവ് സ്പേസിൽ ഒരു ടൈമും ഇമ്പോർട്ടൻ്റ്. അതാ പ്രശ്നം. ഇപ്പം നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ഏജ് ചെയ്യുമ്പോഴേ വെതർ ചെയ്യും, പഴയതാക്കും. ഇത് രാത്രി ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് മറ്റേ സൂര്യനെ കൊതിച്ച് നോക്കുമ്പം ഇത് വേറെ കളറായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ഇൻറ്റൻസിറ്റിയിലായിരിക്കില്ല പരിപാടി നടന്നിട്ടുണ്ടാവുക. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഐഡൻറ്റിറ്റിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ചത്. അത്രയും റിസ്ക് ആയിട്ട് ഇപ്പം പിറ്റേ ദിവസം ആ ഒരു സെറ്റ് ഇടണം, അപ്പോൾ നമ്മൾ 6 മണിക്ക് അവിടെ അത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിനാരിയോ ഉണ്ടത്. വാർഫിൻ്റെ അകത്താണ് ഷൂട്ട്. അന്ന് 2 ദിവസം കഴിഞ്ഞ് മന്ത്രി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഭയങ്കര റെസ്ട്രിക്ഷൻ. അത് മാത്രമല്ല ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഇവർ വിളിച്ചിട്ട് പറയുന്നു അവിടെ റോ മെറ്റീരിയൽസ് അടിച്ചു വെച്ചിട്ടുണ്ട്, ലൊക്കേഷൻ ഇല്ല. ഇതാണെങ്കിൽ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, വലിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ചെയ്സ് ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് മാസ്റ്റർ വലിയൊരു സംഘമുണ്ട്. ഭയങ്കര എക്സ്പെൻസ് കൂടും ഈ ഫൈറ്റ്, ഡാൻസ്, ഫയർ, സ്പെഷ്യൽ എഫക്ട്സ്. ഇത്രയും ദിവസങ്ങളിലൊക്കെ നോർമൽ ഡേയ്സിന് ഡബിളൊക്കെ എക്സ്പെൻസ് വരും, ഡെയിലി എക്സ്പെൻസ്. അപ്പോൾ ഷൂട്ട് മുടങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അതായത് അത്തരം ഡേയ്സിലൊക്കെ ഷൂട്ട് മുടങ്ങി കഴിഞ്ഞാൽ മിനിമം ഒരു 24 lakhs നഷ്ടം വരും പ്രൊഡ്യൂസർക്ക്. അപ്പോൾ ആ ഒരു പ്രഷറും കൂടെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ തീർത്തിരിക്കുമെന്ന് പറയല്ലാണ്ട്. കാരണം ആ കോൺഫിഡൻസ് പലർക്കും ആവശ്യമാണ്, ഡയറക്ടർക്ക് ആവശ്യമാണ്, DOPക്ക് ആവശ്യമാണ്. എന്നാൽ പോലും ചില DOPs ഒക്കെ ഉണ്ട് നമ്മൾ ഭയങ്കര നമ്പന്മാരാവും, വർക്ക് കഴിയുമ്പോഴേക്കും ഭയങ്കര കൂട്ടുകാരാണ്. അവർ വിളിക്കും നടു തീരും, അപ്പം മന തീരും കുഴപ്പമില്ല. ചിലത് പോലും പറയും നടു തീരും, ശരി ടെൻഷൻ ഉണ്ട് എന്നാൽ പറയും, വെറുതെ ഞാൻ ടെൻഷൻ എടുക്കണം, വെറുതെ നമുക്ക് വേറെ പ്ലാൻ ചെയ്യാമല്ലോ. ഇത്രയും മാനസികമായ സപ്പോർട്ട് അടക്കം തരുന്ന ആൾക്കാരാണ് എല്ലാവരും. ചില അപവാദങ്ങൾ ഉണ്ടാവാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു എപ്പോഴും ഒരു ടീം വർക്ക്, എപ്പോഴും ടീം വർക്ക്. അതൊരു ഈവൻ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും അത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അസാസിൻസ് എന്നാണ് വിളിക്കാറ്. ഒരു 5-8 ആൾക്കാരുണ്ട്. അതിപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം ലൈക്ക് ഫാസിൽ, സഹദേവൻ, ഫാസിൽ, ജിത്തു, സബീഷ്, മനു, ഹരി, റംഷി, ലിഫാസ്, ശ്രീജു, കുറേ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ കുറേ ആൾക്കാരുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. I call them assassins because they do everything. കാർപ്പൻട്രി ചെയ്യും, വെൽഡിങ് ചെയ്യും, പെയിന്റിങ് ചെയ്യും, പ്രോപ്പ് ഉണ്ടാക്കും, സെറ്റ് ഡീൽ ചെയ്യും, പിന്നെന്താ പറയാ, എല്ലാ കാര്യങ്ങളും പോകും. എവറിഥിങ്. അപ്പം അവരുണ്ടാകുമ്പോൾ ഒരു ധൈര്യമുണ്ട്. ഇവരെടുത്ത് ചോദിക്കാം ഞാൻ ആദ്യം ടാസ്ക് വരുമ്പം, ഇങ്ങനെ ഈ ലാസ്റ്റ് ടൈം അസൈൻമെൻ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്താ വെച്ചെൻ്റെ പരിപാടി, പിടിക്കാം അപ്പം നമ്മൾ പിടിക്കാമെന്ന് പറയും. അപ്പം നേരത്തെ ക്രൈസിസ് അങ്ങനെ പരിഹരിക്കും. അപ്പം അത് പലപ്പോഴും ഇവർ തരുന്നൊരു ധൈര്യമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഏതൊരു ആർട്ട് ഡയറക്ടർക്കും ഇങ്ങനൊരു ടീമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാണ്ട് ആർക്കും ഇങ്ങനെ പണിയെടുക്കാൻ കഴിയില്ല. സോ ആ ടീമിൻ്റെ യെസ്സിൻ്റെ മേലെയാണ്. വേറൊരു കാര്യമുണ്ട്, അത് എൻ്റെ ഒരു ചൂഷണം കൂടെ ആയിരിക്കും ചിലപ്പം. ഞാൻ യെസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടാവാം. ഓക്കെ, വേറെ കാര്യം. ഓക്കെ, ഇയാൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത് നമ്മുടെ പറഞ്ഞ് യെസ് ആണ്. ഓക്കെ, പറഞ്ഞു കളയാൻ പണ്ടടങ്ങൻ ഇങ്ങനെ ആലോചിക്കണ്ടാവും ഒരു ഫോർ എ ജോക്ക്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ. ബട്ട് എനിവേ നമ്മൾ തന്നെയാണ് അത് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. പ്രശ്നം ഇൻ ദ സെൻസ് എല്ലാവരും ഭയങ്കര ക്രൈസിസിലാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റെടുക്കും. ചിലപ്പോൾ നമ്മൾ അതിന് തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വരാൻ പോകുന്ന അടുത്ത ദിവസം ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺ ടൈം ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഹെൽത്തി വർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈവൻ ഉറക്കം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോയി ഇരുന്നുറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഐ മീൻ 2 ദിവസമൊക്കെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പോയിട്ട് ക്യാൻ വാട്ടറിൻ്റെ അടുത്ത് വെള്ളം തുറക്കുന്നത് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. സീരിയസ്ലി. ഇപ്പം ഞാനൊക്കെ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്. നല്ല പ്രായമുള്ള ആൾക്കാർ, നമ്മൾ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള മനുഷ്യന്മാരോട് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. 2 ദിവസമൊക്കെ വർക്ക് ചെയ്യണമെന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആട് 3ലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആട് 1 വന്നത് പെട്ടിക്കാത്ത ഒരു നീലക്കൊടുവേലി, പിന്നെ 2ാമത് പെട്ടിക്കാത്ത ഒരു കമ്മട്ടം, ഇപ്പോൾ 3ാമത് ഇങ്ങനെ ഈ ട്രെയിലറിൻ്റെ അകത്ത് ഇങ്ങനെ എനിക്ക് തോന്നിയ ഒരു മൈസൂർ റോക്കറ്റ് എന്നുള്ളൊരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭാവനയാണോ? മൈസൂർ റോക്കറ്റൊക്കെ വലിയ സംഭവമാണ്. സിനിമയിലത് വലിയ വലിയ കഥാപാത്രങ്ങളാണ് എല്ലാവരും. ആൻഡ് ഓഫ് കോഴ്സ് അത്തരം ഒരു ട്രാവലിലേക്ക് ഉണ്ടായേക്കാം. ഓക്കെ, എന്നാലും എത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ട് തോന്നിയാലും ഐ ക്യാൻ സേ അതൊരു ഫുള്ളി ഫൺ റൈഡാണ്. എത്രയൊക്കെ കാലങ്ങൾ മാറി വന്നാലും ഇവരുടെ അതിയായ ആത്മവിശ്വാസത്തോടെയുള്ള മണ്ടത്തര യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു രക്ഷപ്പെടൽ ഇനി. അത് സീരിയസ്ലി അത് എനിക്ക് ഇപ്പോഴും കോമഡി ആണല്ലോ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ആടിൻ്റെ അവസ്ഥ പോവുകയാണെങ്കിൽ ഇപ്പോൾ ആട് എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഫസ്റ്റിൽ അബു ആടിനെ കൊണ്ട് റിസോർട്ടിലെത്തിയിട്ട് അബു പാപ്പനോട് പറയുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് നോക്കിയിട്ട്, ഷായിടാ ഞാൻ ഇവനെ അങ്ങ് അടുത്ത പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനം. അപ്പം നമ്മളിപ്പോൾ സെറ്റിലേക്ക് വരും, നമ്മൾ റിയൽ ലൈഫിലേക്ക് വരാം. അപ്പോൾ നമ്മളൊരു പയ്യൻ, അസിസ്റ്റന്റ് പയ്യൻ, ഈ ഞാൻ അങ്ങോട്ട് ഇവിടെ ഈ പെയിൻ അടിക്കട്ടെ, അപ്പോൾ അതായത് നമ്മൾ റിയൽ ലൈഫിൽ എന്തുമാത്രം ടേംസ് എന്തുമാത്രം എല്ലാ സിനിമ തരുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ പെയിന്റ് അടിച്ച സെറ്റിൽ പെയിന്റ് അങ്ങനെ പോകും. അപ്പം നമ്മളത് ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസികൻ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. എന്തിനോ പുള്ളിയായിരിക്കും അത് പെയിന്റ് അടിച്ചത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ടേംസ് ഉണ്ട് സിനിമന്റെ അകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സിനിമ നമ്മളത് ബാക്കിയാവുന്നത്. പിന്നെ ഇവരുടെ
അസാമാന്യ ആത്മവിശ്വാസമാണ് എൻ്റെ ഇതിനകത്തുള്ള മറ്റൊരു എക്സൈറ്റ്മെന്റ്. അതായത് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ള സാധനമല്ലോ, മണ്ടത്തരം ചെയ്യാൻ എന്നാ പിന്നെ അങ്ങോട്ട് പോകാം. അവിശ്വസനീയമായ മണ്ടത്തരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് മൊമെന്റുകൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. ഐശ്വര്യൻ റോക്കറ്റ് നിങ്ങൾ സിനിമയിൽ കാണും. അതൊരു ഭയങ്കര പരിപാടിയാണ്. ഒരു മെറ്റീരിയൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ട്രാവലിംഗ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഉണ്ട് ഒരു മെറ്റീരിയൽ കണ്ടുപിടിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ജേർണി പോലെ? നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ക്രിയേറ്റീവ് സൈഡും അതേസമയം ഇതിൻ്റെ ഒരു മോണിറ്ററി സൈഡും കൺസേൺ ആണ്. ഒരു ഹാഫാണ്, 50-50 നിൽക്കുന്നത്. പലപ്പോഴും ഞാനൊരു 75% ക്രിയേറ്റീവ് സൈഡിലേക്ക് പോകുമ്പം നമ്മൾ അസോസിയേറ്റ് പിടിക്കും, മറ്റേ ഇങ്ങോട്ട് പൈസ ഇല്ലേ പറയും. ഓക്കെ, അത്ര അങ്ങോട്ട് പോകണ്ട, ഇത് മതി, ഇതിനുള്ള ബജറ്റേ ഉള്ളൂ. അപ്പം പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്ന സമയത്ത് വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നിരിക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് തേടിപ്പോവും. ഉദാഹരണത്തിന് ആടിൽ നമ്മളൊരു ഒറ്റ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയധികം തുണി വേണമായിരുന്നു, ക്ലോത്ത് വേണമായിരുന്നു. കേരളത്തിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് ക്ലോത്തിന് മാത്രം നമ്മൾ ബജറ്റ് ഇട്ട് 16-17 ലക്ഷം രൂപയുടെ ക്ലോത്ത് വേണം. നമ്മൾ നേരെ ഗുജറാത്തിൽ സൂറത്തിലേക്ക് പോയി. സൂറത്തിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ഉള്ളതിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 35% വില കുറച്ച് അവിടെ നിന്ന് കിട്ടി. അത്രയധികം ബണ്ടിൽസ് വേണമായിരുന്നു. ഒരു 8500ഓളം മീറ്റർ ഒരു തുണി, പിന്നെ 1500ഓളം മീറ്റർ ജൂട്ട്, അത്രയും വലിയ വലിയ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. പിന്നെ വളരെ യുണീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് പ്രോപ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ആൾക്കാരെ വിടും. മുംബൈ, ചെന്നൈ ഇത്തരം മാർക്കറ്റിലേക്കൊക്കെ ആൾക്കാരെ വിടും. അവിടെ കോണ്ടാക്ട്സ് ഉപയോഗിക്കും. ഇപ്പോൾ ചിലത് ഓൺലൈനിലുണ്ടാവാം. ഓൺലൈനിലുണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് അത് ഡെലിവർ ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നമ്മൾ ദുബായിലെ കോണ്ടാക്ട് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് വരുത്തിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഫോർ മീ, എന്നെ സംബന്ധിച്ച് ഒരു കൂടുതൽ ആനന്ദം ഞാൻ കണ്ടെത്തുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു റീസെർച്ച് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട് പേഴ്സണലി. അത് കഴിയാവുന്നത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അപ്സൈക്ലിംഗ് ആൻഡ് റീയൂസിങ്. മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റ് അത് നമ്മൾ പുണ്യാളനിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്, എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കിയല്ലോ ആർട്ട് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു അപ്സൈക്കിൾ ഫ്രെറ്റേണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു അപ്സൈക്കിൾ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഫ്രെറ്റേണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഉള്ളത് ഇങ്ങനെ ആയിരിക്കും, ഒരു 12 അടിയുടെ ഹൈറ്റും 10 അടിയുടെ വിടുത്തുള്ള ചുമരുകളെ പണിയാൻ പറ്റൂ, അതിൻ്റെ മെറ്റീരിയൽ കൊണ്ട് പണിയണം, അതിൻ്റെ മെറ്റീരിയൽ കൊണ്ട് സ്കിൻ ചെയ്യണം, അതിന് വീല് വേണം എന്നൊക്കെ പറയുമ്പം എല്ലാവരും അങ്ങനെ പണിയും, ബിക്കോസ് വി ഹാവ് സ്റ്റൈൽ ബുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റ്സുകൾ പണിത് കഴിഞ്ഞാൽ ആ സെറ്റ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും. സെറ്റ് പൊളിച്ചടുക്കുന്നതിന് പകരം അഴിച്ചെടുക്കാം. പൊളിച്ചെടുക്കുന്നതും അഴിച്ചെടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പൊളിച്ചെടുക്കുന്നതിന് പകരം അഴിച്ചെടുത്തിട്ട് നമുക്ക് വേറെ സെറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഈ കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ കുറയ്ക്കാം. ഈ കുറേ അധികം പണികൾ നമ്മളെ സൈഡിൽ നിന്ന് കുറയ്ക്കാം. ഓരോ സിനിമയും അത്രയധികം വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ വേസ്റ്റ് മാനേജ്മെന്റ് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു റിസർച്ചൊക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പേഴ്സണലി ഞാൻ ചെയ്യുന്നത്, എവിടെയാണോ ഷൂട്ട് എടുക്കുന്നത് ആ ഷൂട്ട് എടുക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിലുള്ള സ്ക്രാപ്പ് യാർഡ് മൊത്തം വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് കിട്ടും. നമുക്ക് ചിലപ്പം മെറ്റീരിയൽ ഭയങ്കര രസമായിട്ട് വലിയ ലേബർ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. വലിയ വലിയ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഒട്ടും നമ്മൾ മൈൻഡിലേക്ക് ഒട്ടും വരാത്ത, ഇമാജിൻ ചെയ്യാത്ത മെറ്റീരിയലൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തുകൊണ്ട് പണിയാൻ പറ്റും. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐഡൻറ്റിറ്റിയിൽ ഞാനൊരു MRI മെഷീൻ പണിതിട്ടുണ്ടായിരുന്നു. MRI മെഷീൻ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ചുമ്മാ ഇതേപോലെ സ്ക്രാപ്പ് യാർഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാനുണ്ട്, ഭാവയുണ്ട്, എൻ്റെ ആർക്കിടെക്ട് ശ്രീജു ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ആ സ്ക്രാപ്പ് യാർഡിൻ്റെ ഏറ്റവും കോർണറിൽ ഒരു ഐറ്റം, അപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയത് ഒരു റൗണ്ടാണ്, നല്ല വൃത്തിയുള്ള ഒരു റൗണ്ട്. എന്തോ ആക്കാമല്ലോ, അതെടുത്തിട്ട് വേണമെങ്കിൽ ഒരു ആർട്ട് മെറ്റീരിയലാക്കാം. ജസ്റ്റ് ഒരു ഫൈബറിന്റെ റൗണ്ട്, ഒരു വലിയൊരു ക്ലോക്കിന്റെ ഫ്രെയിം പോലത്തെ ഒരു ഐറ്റം. അപ്പം നമ്മൾ പയ്യനോട് അത് എടുക്കുന്നു പറഞ്ഞു. അതെടുത്തപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു റൗണ്ട്,
പിന്നെ വേറൊരുണ്ട് നോക്കുന്ന സമയത്ത് അതൊരു CT സ്കാനിൻ്റെ മെഷീൻ്റെ കേസാണ്. വാവ്. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായി എല്ലാവരും. നമ്മളത് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ എനിക്കൊന്ന് 2500 രൂപയ്ക്ക് എങ്ങനെയോ ആ സ്ക്രാപ്പ് എടുക്കുന്നു. ഇരുമ്പൊന്നുമില്ല, ഈ ഫൈബർ പരിപാടി, അത് മുഴുവൻ എടുക്കുന്നു. പിള്ളേർ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുന്നു. ആ സ്ക്രാപ്പ് 2500 രൂപേൻ്റെ സ്ക്രാപ്പിന് മേലെ ഒരു ഓൾമോസ്റ്റ് 50,000 രൂപ കൂടെ നമ്മൾ ചിലവാക്കി കാണും. മെറ്റീരിയലും പണിക്കൂലിയും പെയിൻറ്റും വീൽസും ലൈറ്റൊക്കെ വെച്ചിട്ട്, പിന്നെ ഈ LED സ്ക്രീൻസൊക്കെ വയ്ക്കാനുള്ള സ്പേസൊക്കെ സെറ്റ് ചെയ്തു. ഓൾ ടുഗദർ 50,000 60,000 രൂപ ചിലവായി കാണും. ആൻഡ് ഇവന്മാർ എന്ത് ചെയ്തോ അത് വെച്ചിട്ട് 2 MRI മെഷീൻ ഉണ്ടാക്കി. ഐ മീൻ ഇപ്പുറത്ത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു MRI മെഷീൻ, ക്യാമറ അപ്പുറത്ത് കൊണ്ട് വെച്ചാൽ വേറെ MRI മെഷീൻ. അത് വല്ലാത്ത ഐറ്റമായിരുന്നു. അത് സ്റ്റിൽ പ്രൊഡ്യൂസറൊക്കെ, നമ്മുടെ പ്രൊഡ്യൂസറുടെ സുഹൃത്തുക്കളൊക്കെ റെന്റ് ചെയ്യുന്നുണ്ട്. അത് 25,000 രൂപയ്ക്ക് പെർ ഡേ റെന്റിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ലൂക്ക എന്ന സിനിമയിൽ അങ്ങനെ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു സ്ക്രാപ്പിൽ നിന്ന് എടുത്ത ഒരു ആർട്ട്, മറ്റേ ടോവിനോ ചെയ്ത ഒരു ആർട്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് an artist portraying another artist on screen എന്ന് തോന്നി. അനീസ് നാടോടിയെ ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.